കാക്കോ എന്താ ഉണ്ടാക്കണേ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാദാ പൊക്കവടയാണ്. അതായത് അതിന്റെ മുമ്പ് നമ്മൾ ചിക്കൻ പൊക്കവട ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സാദാ രീതിയിലുള്ള കുറഞ്ഞ മാവ്, കടലമാവ്, മൈദമാവ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഈ പച്ചമുളക്, ഈ ഐറ്റംസ് മാത്രം വീട്ടിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള സാദാ പൊക്കവട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊക്കവട. അപ്പം അതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കട്ട് ചെയ്ത് കണ്ട് ഒന്ന് ചതച്ചെടുക്കണം അല്ലേ, മിക്സിയിലിട്ടിട്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, 2 ഇല്ലി കരിവേപ്പിൻ്റെ ഇല ചതക്കാൻ പോവല്ലേ, ഇത് ചതച്ചെടുക്കണല്ലേ. പച്ചമുളക് ചതക്കണ്ട, പച്ചമുളക് അരിഞ്ഞിടുക. ഓക്കെ, പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അല്ലേ, വളരെ നൈസാക്കിയിട്ട്. ഇപ്പം ഇതാ സവോള ഇതുപോലെ വളരെ നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലേ. ഞാൻ എങ്ങനെ കട്ട് ചെയ്താലും ഇതുപോലെ നൈസാവില്ല കേട്ടോ. ചെയ്ത് പഠിക്കലാണ്. ഒരു വട്ടം 10 വട്ടം ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ചെയ്താലും ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഒരു കാര്യം ഒരുപാട് പ്രാവശ്യം ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, ഏത് ശരിയാകാത്തതും ശരിയാവും. എന്നിട്ടെന്താ ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങനെ ശരിയാകാത്തത്? ശരിയാക്കി എടുക്കണം, ശരിയാവുന്നില്ലെങ്കിൽ ശരിയാക്കണം. കട്ട് ചെയ്തിട്ട് സവാളയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കുക അല്ലേ. ഇട്ടു. ഇനി പച്ചമുളക് കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത്. കറിവേപ്പിൻ്റെ ഇല, നല്ല സ്മെല്ലുള്ള കറിവേപ്പിൻ്റെ ഇല, ഫ്രഷ് കറിവേപ്പിൻ്റെ ഇലയാണ് അല്ലേ. നാടനാണ്, നാടൻ കറിവേപ്പിൻ്റെ ഇലയാണ്. നല്ല സ്മെല്ലുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിൻ്റെ ഇലക്ക് ഇത്ര സ്മെല്ല് തോന്നിട്ടില്ല. പക്ഷെ ഇലയൊക്കെ ഭയങ്കര ചെറുതാണ്, കട്ട് ചെയ്യാൻ കൈ പിടിക്കാൻ കിട്ടൂല അല്ലേ. അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ ഇലയാണെങ്കിലും നല്ല കട്ട് ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോഴതിൻ്റെ സ്മെല്ല് അതിലേക്ക് വരും, ഫ്ലേവർ ശരിക്കും ഇറങ്ങുള്ളൂ. നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഒരു ലേശം സുർക്ക ഒഴിക്കണം. സുർക്ക ഒഴിച്ചു കൊടുക്കാനില്ല, തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി വേണമെങ്കിൽ ആ തൈരിന് പകരമാണ് നമ്മൾ ഈ സുർക്ക ഒഴിച്ചു കൊടുത്തത്. സുർക്ക ഒഴിച്ചിട്ട് ഇത് രണ്ടും ഒക്കെ പാടെ കൂട്ടിയിട്ടൊന്നിങ്ങനെ വെറുതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഒന്ന് ടേസ്റ്റ് കൂടും. മൊത്തത്തിൽ ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ലേശം ഉപ്പ് ചേർത്തിട്ട് ഇങ്ങനെ എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളെ കടലമാവാണ്. നമുക്ക് കൂടുതൽ കടലമാവും കുറച്ച് മൈദമാവും. ഇനി മൈദമാവില്ലെങ്കിലും കടലമാവില്ലെങ്കിലും മൈദമാവ് ഇട്ട് മാത്രം ആണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ കുഴഞ്ഞു പോകില്ലേ മൈദമാവാണെങ്കിൽ? കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ശരി സെറ്റാവും. പക്ഷെങ്കിൽ ഇത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കടലമാവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലേശം കടലമാവാണ് നമ്മളിതിലേക്ക്. കടലമാവ് മൈദന്റെ ഇരട്ടിയാണോ കടലമാവ് ഉപയോഗിക്കുക? 1/4 കിലോ കടലമാവുക്ക് എന്ത് ചെയ്യുക, ഒരു 150 ഗ്രാം മൈദമാവ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കടലമാവാണ് കൂടുതൽ വേണ്ടല്ലേ. ഇനി രണ്ട് സമമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇനി അതിൽ കമ്മിയാക്കിയിട്ട് അങ്ങനെയും കൊടുക്കാം. ഏറ്റവും ടേസ്റ്റ് ആയിട്ട് കിട്ടുക കടലമാവ് കൂടുതൽ കൂടിയാൽ ടേസ്റ്റ് കൂടും. ഓക്കെ, എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലേ. എല്ലാം ഇതുപോലെ ഒന്ന് വെറുതെ എങ്ങനെയാന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാശ്മീരി ചില്ലി കൊടുക്കുക. കളറിന് വേണ്ടി, കളറിന് ചെറിയൊരു ഇതും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാശ്മീരി ചില്ലി കൊടുക്കുക. ഇനി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മളിവിടെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു ലേശം വെള്ളം, ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏറാൻ പറ്റൂല വെള്ളം, ഓവറാകാൻ പാടില്ല. വെള്ളം പാകത്തിനേ പാടുള്ളൂ.
മാവിലേക്കുള്ള ഉപ്പ്. ഉള്ളിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർക്കല്ലേ, അതിന് പകരം മാവിലേക്ക് ഒരു ലേശം ഉപ്പ് നമ്മൾ ചെയ്യണം. മാവിക്ക് വേഗം ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട്. എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന സമയത്ത് മാവിൽ ഉപ്പ് ഏറാതെ ശ്രദ്ധിക്കുക. എണ്ണക്കടിയിൽ ഉപ്പ് ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. പാകത്ത് ഉപ്പേ പാടുള്ളൂ. ഇതുപോലെ ഒരു ലേശം അപ്പസോഡ എടുത്തിട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ചില്ലേ? അപ്പസോഡ ചേർക്കാൻ ആദ്യം ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് നേരം സെറ്റാകാൻ വെക്കണം എന്നേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അപ്പസോഡ ഇട്ട് കൊടുക്കാം. അതെ. ഇനി നല്ലോണം ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യാം, കുഴച്ച് സെറ്റാക്കി എടുത്താൽ മതി. ഇവിടെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ മാവ് ഇതുപോലെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാവ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. സാമ്പാർ മസാല വേണ്ടവർക്ക് സാമ്പാർ മസാല ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ പല ടേസ്റ്റിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഒരു സാധാ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഓണം ചൂടായിട്ടുണ്ട്. കാക്കു ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ ചൂടാക്കിയിട്ട് എന്ത് ചെയ്യണം, പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഫ്ലെയിം കൂട്ടിയിടുക. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാം ഒരേപോലെ ആയി. ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിട്ട് കൊടുക്കണം അല്ലേ? അത് ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. സ്പൂൺ കൊണ്ട് ഇടുമ്പോ ഈ ഒരു ഷേപ്പ് കിട്ടൂലല്ലോ. കുറച്ച് പോലെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ കിട്ടും. കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിട്ട് കൊടുക്കണേ. അപ്പൊ അതാ അതുപോലെ നന്നാക്കി ഇളക്കി കൊടുക്കുക. നല്ല ഷേപ്പായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഷേപ്പാക്കി ഇടുക എന്ന് പറഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഇട്ടാൽ എങ്ങനെയാലും ഈ ഷേപ്പ് കിട്ടില്ല. കൈ കൊണ്ട് തന്നെ ഇടണം. നിങ്ങൾ ഇടുന്ന രീതി വേറൊരു രീതിയാണ് അല്ലേ? അപ്പോൾ നമ്മളെ പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ ഇതാ ഇങ്ങനെ കളറായി വരുമ്പോൾ കോരിയെടുക്കുക അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കാക്കുടുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഷേപ്പിൽ കിട്ടും. നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ഷേപ്പിലേ. സ്പൂൺ കൊണ്ട് ഇടുന്നക്കാട്ടിലും ഈ ഒരു രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ കയ്യിൻ്റെ ഈ തള്ളവരലിൻ്റെ ഉള്ളിൽ കൂടി വരുന്നതാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ കിട്ടും. ഞാനൊക്കെ ഇങ്ങനെ ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല കേട്ടോ. കാക്കും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വരും. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയി മാറും. എല്ലാം ഒരേ ഷേപ്പിൽ വരില്ലേ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കോരെടുക്കല്ലേ ആയില്ലേ? അപ്പോൾ ഇതാ നല്ല പൊക്കവടൻ്റെ കൂടെ പൊക്കവട കണ്ടപ്പോൾ കാക്കുന് ചായക്കൊരു പൂതിട്ടു. അപ്പോൾ ഇതാ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരാൾ ഇവിടെ കട്ടൻ ചായയും പൊക്കവടയും കഴിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് കുഞ്ഞാ? ഞാൻ തന്നെ ഉണ്ടാക്കുക, ഞാൻ തന്നെ കഴിക്കുക, എന്നിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ട് പറയാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് പറയും, ഇല്ലെങ്കിൽ ഇല്ല പറയും. എങ്ങനെയുണ്ട്? ഇത് കഴിച്ചു നോക്ക്. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.